നമസ്കാരം. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു മരണവാർത്ത വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു പിതാവെന്ന നിലയിൽ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു. ശരിക്കും മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലാണോ ആ കുട്ടിയുടെ വോയിസ് ഉള്ളത്? കുട്ടി മരിക്കും മുമ്പ് തൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തതാണെന്ന് പറയപ്പെടുന്നു. ഭർത്താവിൻ്റെ വീട്ടിലെ ക്രൂര പീഡനം ഒന്ന് കേട്ടു നോക്കാം. എനിക്കിങ്ങനെ നിക്കാൻ കഴിയുന്നില്ലാണ്. എനിക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. ആരെന്റെ പേര് നിക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിക്കാൻ കഴിയുന്നില്ല. ഓൻ ചെയ്താലും അതിന്റെ കുറ്റം ഞാൻ സംശയവും ഓൻ ചെയ്യുന്നതിനൊന്നുമില്ല. നിനക്കറിയില്ലാണ് എല്ലാം ഞാൻ എന്നോടെല്ലാം പറയലില്ല. എനിക്ക് ഇടങ്ങാറ് വരാത്ത രീതിയിൽ ഞാൻ പോയിക്കാനാണ് എന്റെ പത്തെല്ലാം പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. അതൊക്കെ പൊറുക്കാൻ കയ്യിലാണ്. ഓനങ്ങനെ സുഖിക്കണ്ടാണ്. അന്നെ ഇല്ലാണ്ടാക്കിയിട്ടും സുഖിക്കണ്ടാണ്. ഓരോന്ന് വരെ പൊഴപ്പിച്ചിട്ടും ചീത്ത വെച്ചിട്ടും ഇങ്ങനെ നിൽക്കാനൊക്കെ കഴിയുന്നില്ല. നീ എന്തായാലും ചെയ്ത് തരണം. ഉപ്പാനോട് ഉപ്പയും എന്നെ എടുക്ക് വിചാരിക്കുമ്പോ ഓനെന്തായാലും ഓൻ എന്നെ പറ്റി കുറ്റം പറഞ്ഞു. ഉപ്പാന്റെ ഉമ്മാന്റെയും മനസ്സിൽ വരെ എന്നെ പഠിക്കാക്കും. ഞാൻ ഇങ്ങനെ ചെയ്യാൻ വിടലാണ്. എനിക്ക് എന്നോടാ പറയാൻ കഴിയും. നീ എന്തായാലും ഉപ്പാനടുത്ത് പറഞ്ഞു കൊടുക്കണം. എന്റെ റൂമില് ആച്ചിന്റെ ഡ്രസ്സ് വെക്കുന്നതിന്റെ താഴെ കല്യാണത്തിന്റെ ലഹങ്ക വെച്ചതിന്റെ ഉള്ളോട്ടായിട്ടൊരു റെഡ് കവർ ഉണ്ട്. അതില് 2 പേപ്പർ ഉണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കണം. എന്തായാലും ചെയ്തു തരണം. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ കുട്ടി പറയുന്ന ഉപ്പ ആരുടെ ഉപ്പയാണ്? സ്വന്തം ഉപ്പയും ഉമ്മയുമാണോ? എങ്കിൽ അവരാ കുട്ടിയോട്, സ്വന്തം മാതാപിതാക്കൾ ആ കുട്ടിയോട് ചെയ്ത ചതിയാണോ? അതല്ല ഭർത്താവിൻ്റെതാണെങ്കിലും ക്രൂര ചതി തന്നെയാണ്. ഭർത്താവിൻ്റെ വീട്ടിലെ ക്രൂര പീഡനം സഹിക്കാൻ വയ്യാതെ, ഭർത്താവിൻ്റെ മാനസികവും ശാരീരികവുമായ പീഡനം സഹിക്കാൻ വയ്യാതെ സ്വയം ജീവനൊടുക്കിയ കുട്ടിയാണ്. ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇനി അവനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ മാതാപിതാക്കള്, കുടുംബം കേസ് കൊടുത്തിട്ടുമുണ്ട്. ഈ കേസ് കൊടുത്തിട്ട് എന്താണ്, നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇനി അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് തെളിയും വരെയും അവൻ സുരക്ഷിതനാണ്. നമ്മുടെ നിയമം അവനെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ. കുറ്റവാളിയാകും വരെയും അവൻ കുറ്റവാളി അല്ല. എന്ത് തന്നെയായാലും ഈ കുട്ടിയുടെ മരണത്തിൽ ഇത് കേട്ടിട്ട്, ഈ വോയിസ് കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ ആർക്കും നോവിക്കാതെയും തല്ലാതെയും സ്നേഹിച്ചും ലാളിച്ചും എല്ലാം കൊടുത്തു വളർത്തുന്ന മക്കളെ വിവാഹം കഴിയുന്നതോടുകൂടി ഭർത്താവിൻ്റെ വീട്ടിൽ അടിമയായി ജീവിക്കേണ്ടി വരുന്നു ചില കുട്ടികൾക്ക്. അങ്ങനെ ആവരുത്. നമ്മളൊക്കെ മാതാപിതാക്കൾ മാറി ചിന്തിക്കണം. എന്ത് വിഷമം ഉണ്ടെങ്കിലും കുട്ടികൾ പറയുന്നത് ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് അന്വേഷിക്കുക തന്നെ വേണം. എന്തായാലും ഇവനെ ശരിക്കും പറഞ്ഞാൽ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കണം. ഇവനെ നിയമമല്ല സംരക്ഷിക്കേണ്ടത്, ആൾക്കൂട്ടത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവർ ശിക്ഷിക്കണം. ആ കുട്ടി, മരിച്ച കുട്ടിക്കും നീതി കിട്ടണം. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഒമാനിലെ ഇബ്രയിൽ നിന്നും കോയിൽ നിസാറാണ്. കമൻറ്റും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ബൈ.